ഹലോ, വെൽക്കം ബാക്ക് ടു സഫ്ല ഷിഫ വ്ളോഗ്സ്. അതെ, അപ്പോൾ നമ്മൾ ട്രാവലിങ്ങിൽ നമ്മൾ 3 പേരല്ല എന്ന് വെച്ചാൽ ഞാൻ ഷിഫാദ് ചെയ്യുകയല്ല, ബട്ട് നമ്മൾ കൂടെ ഷിഫാദിൻ്റെ ഉമ്മയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഒരു 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ യു എയിലത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്ത് ബസ്, നമ്മളെ റൂമിൽ നിന്ന് ഒരു സ്റ്റോപ്പ് കഴിഞ്ഞ് ബസ് യൂസ് ചെയ്ത്, പിന്നെ നമ്മൾ ഇതേ ഇപ്പോൾ മെട്രോ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. മെട്രോയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഉമ്മയുടെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇത് മെട്രോ യൂസ് ചെയ്യുന്നത്. ഉമ്മ മെട്രോ അങ്ങനെയുള്ള ഈ യു എയിൽ വന്നിട്ട് ദുബൈയിലുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ യു എയിൽ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്നത് ഉമ്മ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഉമ്മക്ക് ആ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മളിതേ മെട്രോയിലേക്ക് കയറി നമ്മൾ ഇറങ്ങിയത് 4:30 to 5 ആയി. നല്ല ചൂടുണ്ട് കേട്ടോ പുറത്ത്, ഭയങ്കര ചൂടാണ്. നമ്മളിപ്പോൾ എന്നാലും ഉമ്മാനും നിങ്ങൾക്കൊക്കെ ഒന്ന്, നമ്മുടെ വ്യൂവേഴ്സിനൊക്കെ ഒന്ന് ഈ ദുബൈയിലെ 4 ടൈപ്സ് ഓഫ് ഡിഫറെൻറ്റ് ആയിട്ടുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസ് ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മളും ബസ്സും മെട്രോ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഉമ്മാൻ്റെ അത് ഫസ്റ്റ് ടൈമാണ്. അങ്ങനെ നമ്മൾ മെട്രോൻ്റെ സ്റ്റേഷനൊക്കെ ഇറങ്ങി. നമ്മുടെ സ്റ്റേഷൻ എന്ന് പറയുന്നത് ശോഭ റിയാലിറ്റി എന്ന് പറഞ്ഞൊരു സ്റ്റേഷനായിരുന്നു. അപ്പോൾ അത് കുറച്ച് ടൈം എടുത്തു നമ്മളെ സ്ഥലത്തു നിന്ന് ഇവിടേക്ക് വരാൻ. ഒരു 30 മിനിറ്റ്സ്, ഹാഫ് ആൻ അവർ എടുത്തു. അങ്ങനെ നമ്മൾ മെട്രോയിലേക്ക് സ്റ്റേഷനിലേക്ക് എത്തി, ഒന്ന് ജസ്റ്റ് ഫ്രഷായി. ഇനി നമ്മൾ വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷനാണ് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ ഒരു പ്രിപ്പറേഷൻസിലാണ് ഞാൻ. ഭയങ്കര എക്സൈറ്റഡ് കേട്ടോ. എനിക്ക് ബസ് ആൻഡ് മെട്രോനേക്കാൾ എനിക്ക് കൂടുതലായി ഇഷ്ടം യൂസ് ചെയ്യാൻ ബസ്സാണ്. പക്ഷെ മെട്രോ എപ്പോഴും ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും. ബസ് നമ്മൾ നോർമൽ ടൈമിങ്സിൽ, ഒരു മിഡായിട്ടുള്ള ടൈമിങ്സിലൊന്നും അത്ര ക്രൗഡഡ് ആയിരിക്കില്ല. അപ്പോൾ അത് യൂസ് ചെയ്യാൻ ഈസിയാണ്. പക്ഷേ എനിക്ക് മെട്രോ യൂസ് ചെയ്യുന്നത് ഒട്ടും ഇഷ്ടമല്ല, കാരണം എപ്പോഴും അതിൽ ക്രൗഡാണ്. ഇപ്പോൾ ഇന്ന് വരുന്നത് ഒരു അത്ര ഓഫീസ് ടൈമിംഗ് അല്ലാത്തത് കൊണ്ട് നമുക്ക് സീറ്റൊക്കെ കിട്ടിയിട്ടോ, അല്ലെങ്കിൽ നമുക്ക് കാല് കുത്താൻ പോലും സ്പേസ് കിട്ടാറില്ല. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് യൂസ് ചെയ്യാൻ പോകുന്നതാണ് ട്രാം. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ദുബൈയിലെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ ഇത് നമുക്ക് ലോക്കലി ആയിട്ട് ഉള്ള സ്ഥലങ്ങളിലൊന്നും കുറച്ച് അത്ര അവൈലബിൾ ആണ്. കുറച്ച് നമ്മുടെ ലക്ഷറി ആയിട്ടുള്ള ഏരിയ, ഈ ശോഭ റിയാലിറ്റിയെക്കുറിച്ച് ആ ഒരു ഭാഗം കുറച്ച് ലക്ഷറി ഏരിയയാണ്. അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്നാണ് ഈ ട്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നുവെച്ചാൽ നമ്മുടെ ദുബായ് മെറീന, ഇതാണ് ട്രാമിൻ്റെ ഒരു ഓവറോൾ വ്യൂ എന്ന് പറയുന്നത്. ഓവറോൾ ആയിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത് ഇതാണ് ട്രാം ഇട്ട് ദുബൈൻ്റെ ട്രാം എന്ന് പറയുന്നത്. ഈ സീനിക് ബ്യൂട്ടിയിൽ എന്ത് രസമാണ് കാണാൻ. ഇത് നമ്മൾ അവിടെ ഡിപ്പാച്ചറും ഉണ്ടാവും, അറൈവലും ഉണ്ടാവും. നമ്മൾ ഡിപ്പാച്ചറിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഒരു സിഗ്നലൊക്കെ ക്രോസ് ചെയ്തിട്ട് മെട്രോ ട്രാം പോകുന്ന ആ ഒരു എന്താ പറയുക, റൺവേ ആണ്. അപ്പോൾ അതിൽ നമുക്ക് സിഗ്നൽസ് ഉണ്ടാകും ക്രോസ് ചെയ്യാൻ. അപ്പോൾ അത് ക്രോസ് ചെയ്ത് നമ്മളിതേ വന്നു, ട്രാം കയറി. എനിക്ക് ട്രാം ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു ടു ടൈംസ് എന്തോ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് 3rd ടൈമാണ് എൻ്റെ ട്രാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് ട്രാം യൂസ് ചെയ്യാൻ. അപ്പോൾ ട്രാം നമ്മൾ യൂസ് ചെയ്ത് ഇതാണ് ട്രാമിൻ്റെ ഉള്ളിലുള്ള വ്യൂ എന്ന് പറയുന്നത്. നല്ല രസമാണ്. അത്ര ക്രൗഡഡ് ഒന്നും ആയിരിക്കില്ല. ഓൾ ദ ടൈം കുറച്ച് റിലാക്സ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷനാണ് യു എയിലല്ല, ദുബൈയിൽ. നമ്മൾ ദുബൈയിലാട്ടോ ട്രാം, അതുപോലെ തന്നെ മെട്രോ, അതൊക്കെ ഉള്ളത് ദുബൈയിലാണ്. അങ്ങനെ നമ്മൾ ട്രാം എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻ ബിറ്റ്വീൻ ബിൽഡിങ്സ്, റോഡ്സ്, കാർസ്, നല്ല രസമാണ്. നമ്മൾ കാറിൽ പോകുന്നതിനേക്കാൾ കാറിൽ പോകുന്ന ആ ഒരു തന്നെയായിരിക്കും. അങ്ങനെ പിന്നെ നമ്മൾ എത്തിയിരിക്കുന്നതാണ് മോണോറെയിൽ എന്ന് പറയുമ്പോൾ അത് നമ്മൾ എന്താ പറയുക, നമ്മളുടെ പാം ജുമേറയിലേക്ക് പോകുന്ന ഒരു ട്രാൻസ്പോർട്ടേഷനാണ്, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എന്ന് വെച്ചാൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. പാം ജുമേറ എന്ന് പറയുമ്പോൾ ഈ യു എയിനെ പ്രതിനിധീകരിക്കുന്ന, അല്ലെങ്കിൽ ദുബൈനെ പ്രതിനിധീകരിക്കുന്ന ഒരു പാംസ് ഉണ്ടാവില്ലേ, അതിൻ്റെ ഓരോ ലീവ്സിനും അതിൽ ഐലൻഡ് ഉണ്ടാവും. അതുകൊണ്ടാണ് പാം ജുമേറ എന്ന് പറയുന്നത്. മോസ്റ്റ് ആയിട്ടുള്ള ലക്ഷറീസ് ആയിട്ടുള്ള ദുബൈൻ്റെ ഒരു ഏരിയയാണ്. അവിടെയാണ് ഏറ്റവും അടിപൊളി ലക്ഷറീസ് ആയിട്ടുള്ള ഒരു ഹോട്ടലുണ്ട് അവിടെ, അറ്റ്ലാന്റിസ് എന്ന് പറയുമ്പോൾ. നമ്മൾക്ക് ഇന്ന് ഇതിലൂടെ നമുക്ക് അതൊക്കെ കാണിച്ചു തരാട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ എപ്പോഴും ഈ ദുബൈൻ്റെ ബിൽഡിങ്സ് ഭയങ്കര എനിക്കിഷ്ടമാണ് കാണാൻ. അത്ര അടിപൊളി, എന്താ പറയുക, നല്ല അടിപൊളി കൺസ്ട്രക്ഷൻ തന്നെ അടിപൊളിയായിരിക്കും. അങ്ങനെ നമ്മളിതേ മോണോറെയിൽ കയറാൻ വേണ്ടിയിട്ട് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. അവിടെ കുറച്ച് നമുക്ക്
സ്റ്റോപ്പിൻ്റെയൊക്കെ നമുക്ക് ഇൻഫോർമേഷൻ അവർ തരുന്നുണ്ട്. അതിൽ ഇത്തിഹാദ് പാർക്കുണ്ട്. ഇത്തിഹാദ് പാർക്കിന് നമുക്ക് സിംഗിൾ ട്രിപ്പാണെങ്കിൽ 3 സ്റ്റോപ്പാണ് ഉണ്ടാവുക. ഇത്തിഹാദ് പാർക്കുണ്ട്, അതിൽ സിംഗിൾ ട്രിപ്പാണെങ്കിൽ 10 dirhams, റൗണ്ട് ട്രിപ്പാണെങ്കിൽ 15. അതുപോലെ തന്നെ നക്കീൽ മാളുണ്ട്. പിന്നെ നമ്മൾ ലാസ്റ്റ് സ്റ്റോപ്പാണ് അറ്റ്ലാന്റിസ് അക്വാവെഞ്ചർ എന്ന് പറയുന്നത്. അതിന് 30 dirhams ആണ് റൗണ്ട് ട്രിപ്പായിട്ട് വരുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ പോകാനും തിരിച്ച് വരാനായിട്ട് 30 dirhams ആണ് ഒരാൾക്ക് കോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ചെയ്യൂ ദേ ഹാപ്പിയാണ്, പക്ഷേ ആൾ കുറച്ച് ടയേർഡാണ്. അങ്ങനെ നമ്മൾ ടിക്കറ്റ്സൊക്കെ എടുത്ത് മോണോ റെയിലിന് വേണ്ടി വെയിറ്റ് ചെയ്യുക കേട്ടോ. ഭയങ്കര എക്സൈറ്റഡാണ്, കാരണം ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈമായിട്ട് മോണോ റെയിലിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകണം. അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ എന്താ വെച്ചാൽ ഇതാട്ടോ നമ്മുടെ മോണോ റെയിൽ വരുന്നുണ്ട്. നമ്മുടെ സൈഡിലുള്ള മോണോ റെയിൽ വന്നുകൊണ്ടിരിക്കുക. ഇത് നമ്മുടെ സൈഡിലല്ല, അപ്പുറത്തെ സൈഡിലേക്കുള്ള തിരിച്ചു പോകാനുള്ള ആ ഒരു ഇതാണ്. പക്ഷേ അങ്ങനെ നമ്മൾ മോണോ റെയിലിൽ കയറി. പക്ഷേ മോണോ റെയിലിൽ കയറിയപ്പോൾ നമുക്ക് ഫ്രണ്ട് സീറ്റിംഗ് നമുക്ക് കിട്ടിയില്ല. നമുക്ക് ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് സീറ്റിംഗ് തന്നെ കിട്ടണം, എന്നാലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യും. ഞാനും വിചാരിച്ചില്ല ഇങ്ങനെ 3 layers ആയിട്ടുള്ള ഒരു ഗ്ലാസ്സാണ് ഫ്രണ്ടിലുള്ളത് എന്ന് വിചാരിച്ചില്ല, പ്ലെയിൻ ആണെന്ന് വിചാരിച്ച്. അപ്പം നമുക്ക് അവിടെ പോയി നിന്നാലും ഷൂട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച്, പക്ഷെ പറ്റിയില്ല കേട്ടോ. പക്ഷേ ഇവിടുത്തെ സീനിക് വ്യൂ എന്ന് പറയുന്നത് അത്രയും അടിപൊളിയാണ് കേട്ടോ. കുറേ ക്രൂസും ഷിപ്പും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ പാം ജുമൈറ എന്ന് പറയുന്നത് ഈ നമ്മുടെ ബീച്ചല്ല, ഒരു കടലിൻ്റെ നടുവായിട്ടുള്ള ഭാഗത്തിനെ അവർ ആർട്ടിഫിഷ്യലി ആയിട്ട് ഐലൻഡ് പോലെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ കാണുന്നതാണ്, ഈ ലോങ് ആയിട്ടുള്ള വ്യൂ കാണുന്നതാണ് നമ്മുടെ അറ്റ്ലാന്റിസ്, പാം ജുമൈറയിലുള്ള അറ്റ്ലാന്റിസ് സ്റ്റോപ്പ്. അയ്യോ എന്താല്ലേ ഭംഗി, കാണാൻ അടിപൊളിയാണ്. പക്ഷെ എനിക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ ഇത് കിട്ടിയില്ല, സീറ്റിംഗ് എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് എനിക്ക് നല്ല വിഷമമുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരുന്നതിൽ. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും കാണിച്ചു തരാൻ പറ്റുമല്ലോ എന്നുള്ള ഒരു ഇതുണ്ട്, ഹാപ്പിനെസ് ഉണ്ട്. അയ്യോ എന്ത് രസാലേ. ഇതാണ് എനിക്കൊരു താജ്മഹൽ ഫീലിംഗ് ഒക്കെ വരുന്നത് ഇത് കാണുമ്പോൾ. ഇതൊരു ഹോട്ടലാട്ടോ, ഭയങ്കര ലക്ഷറീസ് ആയിട്ടുള്ള, ഐ തിങ്ക് 7 star ഹോട്ടലാണ് തോന്നുന്നത്. എനിക്കതിനെക്കുറിച്ച് അത്ര അറിയില്ല, ഇൻഫോർമേഷൻസ് അറിയില്ല എനിക്ക്. ജസ്റ്റ് ഇതിൽ എത്രയോ റൂംസ് എത്രയോ ഉണ്ട് അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഷിഫാദിൻ്റെ ബ്രദറൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ഹോട്ടലാണെന്ന് വെച്ചാൽ. ഇവർക്ക് അറ്റ്ലാന്റിസും ഉണ്ട്, അതുപോലെ തന്നെ റോയൽ അറ്റ്ലാന്റിസും ഉണ്ട്. അങ്ങനെ 2 ടൈപ്പ് ഓഫ്. ഇതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് കാണുന്നത് ഈ ബുക്സ് ഇങ്ങനെ എന്താ പറയുക അടുക്കി വെച്ച പോലെയാണ് നമ്മൾ റോയൽ അറ്റ്ലാന്റിസ്. അങ്ങനെ നമ്മൾ അറ്റ്ലാന്റിസിലെത്തി. അറ്റ്ലാന്റിസിലെ ഉള്ളിൽ നിങ്ങൾക്ക് വ്യൂ ഞാൻ കാണിച്ചു തരാം. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഉള്ളിലെ വ്യൂ നിങ്ങൾക്ക് ഇതാ കാണിച്ചു തരാം ഞാൻ. നമ്മളിതേ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിലേക്കുള്ള വ്യൂ കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് അതിൻ്റെ ഔട്ട് സൈഡായിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത്. ഇവിടെയാണ് മെയിനായിട്ടുള്ള ഈ അറ്റ്ലാന്റിസ് അക്വാവെഞ്ചർ ഉള്ളത്. ഇതാണ് കേട്ടോ അറ്റ്ലാന്റിസിൻ്റെ ആ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സീലിങ്ങും അതുപോലെ സീലിംഗ് ലൈറ്റ്സൊക്കെ കാണാൻ എന്തൊക്കെയോ പെയിൻറ്റിങ്സൊക്കെ ആയിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി. ആ ഒരു പെയിൻറ്റിങ്സൊക്കെ ഭയങ്കര ലക്ഷറി ആയിട്ടുള്ള ഹോട്ടലാണ്, ഞാൻ പറയണ്ട. കാരണം ഇതിൻ്റെ ഒരു റൂമിന് തന്നെ സ്റ്റേ എന്ന് പറയുന്നത് ബിറ്റ്വീൻ 2000 dirhamsൻ്റെ ഉള്ളിൽ തന്നെ വരും 1 day. എന്ന് വെച്ചാൽ ടാക്സൊക്കെ എക്സ്ട്രാ ആണ് കേട്ടോ, ഇൻക്ലൂഡഡ് അയ്യാതെയാണ് ഞാൻ പറയുന്നത്. അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ലക്ഷറീസ് ആയിട്ടുള്ള ഒരു ഹോട്ടൽ തന്നെയാണെന്ന് നമുക്ക് പറയാം. 7 star ആണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലുള്ള വ്യൂ, ഇത് ഫസ്റ്റ് ടൈം ആട്ടോ ഞാനും വരുന്നത്. നല്ല രസമുണ്ട് അവൻ്റെ കൺസ്ട്രക്ഷൻസൊക്കെ, അടിപൊളിയായിട്ടുണ്ട് കൺസ്ട്രക്ഷൻസ്. അങ്ങനെ ഓരോന്നുണ്ട്, ഭയങ്കര ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്സും ഔട്ട്ലെറ്റ്സും. അതുപോലെ തന്നെ നല്ല സീലിങ്ങിൻ്റെ കൺസ്ട്രക്ഷനാണ് കുറച്ചും കൂടി എനിക്ക് എടുത്തു പറയാനുള്ളത് തോന്നുന്നുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ഭംഗിയാണ്. അവൻ്റെ ഒരു ട്രഡീഷൻസ് കീപ്പ് ചെയ്തുകൊണ്ടിട്ട് അവർ ഒരു മോഡേൺ ആയിട്ടുള്ളൊരു ഹോട്ടലല്ലേ. അതിൻ്റെ താഴെ നമുക്ക് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റും. ബാക്കി മുകളിലേക്ക് അപ്സ്റ്റെയറാണ് അതിൻ്റെ ലോബി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ നമുക്ക് താഴെ കുറച്ച് ഇങ്ങനെ പബ്, അങ്ങനത്തെ ചെറിയ പബ്, പിന്നെ ഈ ഷോപ്സില്ലേ എന്താണ് ഫുൾ ബ്രാൻഡഡ് ആട്ടോ, അടിപൊളിയായിട്ടുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള. പിന്നെ ഈ ഫ്ലോറിൽ തന്നെയാണ് എന്തോ സംഭവം, ഒരു വാട്ടർ തീം പാർക്ക്, അങ്ങനത്തെ എന്തോ വാട്ടർ തീം പാർക്ക് വരുന്നത് ഈ ഒരു
ഫ്ലോറിൽ തന്നെയാണ് കേട്ടോ. ഐ തിങ്ക് ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഉള്ളത്. പക്ഷേ ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ നിറയെ കാണാനുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുള്ള കാര്യങ്ങൾ, നല്ല അടിപൊളിയായിട്ട് ഉള്ള സീനിക്കായിട്ടുള്ള വ്യൂസ് ഉണ്ട്. കുറേ സ്ഥലങ്ങളുണ്ട്. അവിടെ ഈ ഫ്ലോറിങ് ആണെങ്കിലും ഇൻറ്റീരിയേഴ്സ് ആണെങ്കിലും കൺസ്ട്രക്ഷൻ ആണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ഇതാണ് ഇവിടുത്തെ വാട്ടർ തീം പാർക്ക് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി പോകും അതിൻ്റെ ഉള്ളിൽ എന്താ എങ്ങനെയാണെന്നുള്ളത്. നമുക്ക് ഇതുവരെയൊക്കെ എൻട്രൻസ് ഉണ്ട്, പക്ഷെ അതിൻ്റെ ഉള്ളിലേക്കാണ് പിന്നെ നമുക്ക് എൻട്രൻസ് ഇല്ലാത്തത്. ഹൗസ് ഓഫ് ലെജൻഡോ അങ്ങനെ എന്തോ ആണ് ആ പാർക്കിൻ്റെ പേര്. വാട്ടർ തീമാണെന്ന് മനസ്സിലായി. ഞാൻ ദൂരെ എന്താ സംഭവം എന്ന് എനിക്കും ആദ്യം മനസ്സിലായില്ല. അപ്പോൾ നമ്മളിത് ദൂരെ പോയി നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ഇറ്റ്സ് എ വാട്ടർ തീം പാർക്ക്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഫാനൊക്കെ നോക്കിയിട്ട് വലിയ ഉമ്മാക്കും അത് ഭയങ്കര അട്രാക്റ്റഡായി തോന്നി. ഫാന് നോക്ക് വലിയ ഫാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, വലിയ ലീഫുള്ള ഫാന് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മെല്ലെ അവിടേക്ക് ഒന്നിങ്ങനെ കണ്ട് നോക്കിയിട്ട് അവിടെ പിന്നെ കുറച്ച് നമ്മൾക്ക് ഇങ്ങനെ ഗിഫ്റ്റ്സ് കൊടുക്കുന്ന ഏരിയ ഉണ്ടാവില്ലേ, ആ ഏരിയയ്ക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അവിടുത്തെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങൾ നല്ല രസമുണ്ട് കാണാൻ. അടിപൊളിയായിരുന്നു. ക്യൂട്ടായിട്ടുള്ള കുറേ ക്യൂട്ടായിട്ടുള്ള കപ്പ്, പിന്നെ ഈ ഷാർപ്നേഴ്സ്, പെൻസിൽസ്, പിന്നെ കുറേ ഗിഫ്റ്റ് ഐറ്റംസ് ഉണ്ടാവില്ലേ നമ്മൾ കൊടുക്കുന്ന ക്യൂട്ടായിട്ടുള്ള അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ ടൈപ്പ് ബ്ലൂ ആയിട്ടുള്ള ഓഷ്യാനിക് ബ്ലൂ ആയിട്ടുള്ള കുറേ ഐറ്റംസ് നമ്മൾ കണ്ടു. പിന്നെ സ്റ്റഫ്ഡ് ടോയ്സ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് കുഞ്ഞായിട്ട്, പക്ഷെ ഇതിൻ്റെ പ്രൈസൊന്നും നമുക്കറിയില്ല. അതാ അതിൽ എഴുതിയിട്ടുണ്ട്. ആ ഒരു ചെറിയൊരു ഷാർപ്നറിന് 26 dirhams ആണ് കേട്ടോ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കൂടെ അവിടെയുള്ള എത്ര കോസ്റ്റ്ലിയാണ് ഈ ഏരിയ എന്ന്. ഭയങ്കര ലക്ഷറീസ് ആണ്. മിക്കതും യൂറോപ്യൻസ് ആണ് കേട്ടോ കൂടുതലായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നത്. എന്നുവെച്ചാൽ ദുബായ് എന്ന് പറയുമ്പോൾ ഇവർക്കൊക്കെ തോന്നുന്നത് എന്താണ്, ഈ ഒരു ഏരിയ ആണ് ദുബായ് എന്ന്. നമ്മളെയൊക്കെ ആ ഒരു റെസിഡൻസ് ഏരിയ, ആ ഏരിയക്കൊക്കെ വരുമ്പോൾ അത്ര ഇവർക്ക് ദുബായ് എന്ന് ഫീൽ ആവില്ല. പിന്നെ കുറേ ഫോട്ടോഷൂട്ട് ചെയ്യാനുള്ള കുറേ വാൾസും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ വേറൊരു ഏരിയ, അങ്ങനെ ക്യൂട്ട് ഗിഫ്റ്റ്സ് കൊടുക്കുന്ന വേറൊരു ഏരിയ. അപ്പോൾ ഇതാണ് അക്വാ വെഞ്ചർ എന്ന് പറയുന്നത് തോന്നുന്നു. കറക്റ്റ്ലി എനിക്കറിയില്ല. ഈ ഒരു ഏരിയ ആണ് തോന്നുന്നുണ്ട് ഈ അറ്റ്ലാന്റിസ് അക്വാ വെഞ്ചർ. കാരണം ഇതിന് മുകളിലേക്ക് എന്തോ കാണുന്നുണ്ട്. ഇത് അതിൻ്റെ അടിയത്തെ വ്യൂ ആണ്. നല്ല രസമുണ്ട്. അപ്പം നമ്മളിങ്ങനെ കുറച്ച് നേരം നോക്കി നിന്നാണ്. ചിയ്യൂന് പിന്നെ ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ഏരിയ എത്തിയപ്പോൾ. അവൾക്ക് ഈ ഒരു ഏരിയ എത്തിയപ്പോഴാണ് കൂടുതലായിട്ട് അവളൊന്ന് ആക്റ്റീവ് ആവാൻ തുടങ്ങി. അതിന് മുമ്പ് ഭയങ്കര ബോറടിച്ചിരിക്കുന്ന പോലെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ചിയ്യൂ ഇറങ്ങി, സ്ട്രോളറിൽ നിന്നൊക്കെ ഇറങ്ങി പിന്നെ കളിക്കാൻ തുടങ്ങി കേട്ടോ. ഭയങ്കര അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കളിക്കാൻ തുടങ്ങി. അവൾക്ക് ഇഷ്ടമായി, ഈ ഒരു ഏരിയ ഇഷ്ടമായി. കാരണം കുറേ ഫിഷും നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. അപ്പോൾ നമ്മളും ചിയ്യൂന് ഇഷ്ടമായല്ലോ എന്ന് പറഞ്ഞ് നമ്മളും കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്ന്. ഇപ്പോൾ തന്നെ ടൈം ഒരു 7 ആയിട്ടുണ്ടാവും. 7 ആയിട്ടോ. ഇപ്പോൾ ഒരു തന്നെ ടൈം 7 ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ മെയിനായിട്ടൊരു മണ്ടത്തരം ചെയ്തു. നമുക്ക് ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയിട്ട് ഇതിൻ്റെ ഒരു സൺസെറ്റ് വ്യൂ കിട്ടും. പക്ഷെ നമ്മൾ ആക്ച്വലി ഫസ്റ്റ് കയറിയത് ഇങ്ങോട്ടേക്കായിപ്പോയി. അതുകൊണ്ട് നമ്മൾക്ക് ആ ഒരു ഇത് മിസ് ചെയ്തു, ആ ഒരു സൺസെറ്റ് വ്യൂ ഒക്കെ മിസ് ചെയ്തു. അതിലെനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. കാരണം നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് പെട്ടെന്ന് ഓർമ്മ കിട്ടില്ല. പിന്നെ ഇതൊക്കെ കണ്ടു, ഇതൊക്കെ എന്തൊരു ക്യൂട്ട് അറ്റ്ലാന്റിസ് എന്ന് എഴുതിയിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി. പക്ഷേ ഇതിനത് വാങ്ങിക്കാനുള്ള ഒരു ഇതെന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാവില്ല. കാരണം അത്രയും കോസ്റ്റ്ലി ആയിരിക്കും. കാരണം അത്രയും നല്ല എമൗണ്ട് ഉണ്ട് തോന്നുന്നു. നല്ല പ്രൈസാണ് തോന്നുന്നു. നല്ല ഏറ്റവും, പക്ഷേ അതിൽ പ്രൈസൊന്നും ഞാൻ മെൻഷൻ ചെയ്ത് നോക്കിയില്ല എത്രയുണ്ട്. എല്ലാം നല്ല ഓഷ്യാനിക് ബ്ലൂവിൽ നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു സാധനങ്ങൾ. അങ്ങനെ നമ്മൾ അവിടുത്തെ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വന്നു, അയ്യോ നമ്മൾ പുറത്ത് ബീച്ച് വ്യൂ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, പെട്ടെന്ന് ഓർമ്മ വന്നാൽ പിന്നെ വേഗം പോവാം, കുറച്ച് ലൈറ്റ് ഉണ്ടല്ലോ നമുക്ക് അപ്പോൾ അവിടെ നിന്ന് കിട്ടുമല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ വേഗം അറ്റ്ലാന്റിസിൽ നിന്ന് ഇറങ്ങി. ഇത് കണ്ട ഒരു ഹോട്ട് എയർ ബലൂൺ ആണല്ലേ, സംതിങ് ഇതാണ് ടു അറ്റ്ലാന്റിസിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ഇത് വെറും അറ്റ്ലാന്റിസ്. പിന്നെ റോയൽ അറ്റ്ലാന്റിസ് ഉണ്ട്, അത് മറ്റേ ബോക്സ് ആയിട്ടുള്ള ഒരു ബുക്സ് ഇങ്ങനെ അടുക്കി വെക്കില്ലേ നമ്മൾ, അതുപോലത്തെ വ്യൂ ഉള്ളതാണ് റോയൽ അറ്റ്ലാന്റിസ് എന്ന് പറയുന്നത്. എന്താ രണ്ടിൻ്റെയും ഡിഫറൻസ് എന്ന് എനിക്കറിയില്ല. മേ ബി കൺസ്ട്രക്ഷൻ തന്നെ ആയിരിക്കും ഡിഫറൻസ്. ഇതാണ് അവൻ്റെ ഒരു ഫ്രണ്ടേജ് വ്യൂ എന്ന് പറയുന്നത്. ഇതിന്ന് നമുക്ക് കുറച്ച് നടന്ന് പോകണം നമ്മുടെ മറ്റേ വ്യൂവിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. നമ്മളൊരു ബീച്ചായിട്ടുള്ള ആ ബീച്ച് സൈഡ് കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ച് നടക്കണം.
എന്നിട്ടാണ് നമുക്ക് ആ ബീച്ച് സൈഡിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് മെല്ലരെ ആ ഒരു ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ തന്നെ ടൈം 7:30 ആയി. അപ്പോൾ നമുക്ക് പക്ഷേ കുറച്ച് ലൈറ്റിംഗ് ഉള്ളതുകൊണ്ട് നമ്മൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നല്ല രസമായിട്ട് ഇവിടെ നിൽക്കാൻ. ഭയങ്കര റിലാക്സേഷനാണ്. ചൂടുണ്ട്, നല്ല ചൂടുണ്ട്, ഭയങ്കര സ്വെറ്റ് ചെയ്തിട്ടില്ല ആ ഒരു ടൈപ്പ് ചൂടാണ്, ഹ്യൂമിഡിറ്റി ഉള്ള ചൂടായിരുന്നു. എന്നാലും നമ്മൾക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മളതേ ഇവിടെ നിന്ന് കുറച്ച് നേരം നിന്ന് ഇങ്ങനെ ആസ്വദിച്ചു. നല്ല രസമുണ്ട് വ്യൂ കാണാൻ. കുറച്ച് ഇങ്ങനെ നിൽക്കാനൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു സ്പേസ് തന്നെയാണ്. ഫാമിലിക്കാണെങ്കിലും ഫ്രണ്ട്സിനാണെങ്കിലും ഒക്കെ വന്ന് റിലാക്സ് ചെയ്യാനുള്ള ഒരു സ്പേസാണ് കേട്ടോ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. അത്ര എന്താ പറയുക ക്രൗഡഡ് അല്ല. പക്ഷെ വെഹിക്കിൾസിന് പോകാനൊരു പാത്ത് വേ അവർ കൊടുത്തിട്ടുണ്ട്, റൺവേ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പെഡസ്ട്രിയൻസിന് നിൽക്കാനും റിലാക്സ് ചെയ്യാനും അതുപോലെ തന്നെ എൻജോയ് ചെയ്യാനും ഒരു ഏരിയ ഉണ്ട്. ഇതാണ് ഏറ്റവും ലോങ് വ്യൂ ആയിട്ടുള്ള അറ്റ്ലാന്റിസിൻ്റെ വ്യൂ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് റിലാക്സ് ചെയ്ത് കുറേ വിശേഷങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞ് ഇങ്ങനെ ഇരിഞ്ഞ സമയത്താണ് മറ്റേ ഹോട്ട് എയർ ബലൂൺ ഇങ്ങനെ പൊന്തി വരുന്നുണ്ടായിരുന്നു. ലൈക്ക് മൂൺ. നല്ല രസമുണ്ട് അതിങ്ങനെ. അതെന്താ എനിക്കറിയില്ല, അതെന്തെങ്കിലും അഡ്വെഞ്ചർ ആണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അത് ഇടയ്ക്ക് താഴുന്നുണ്ട്, ഇടയ്ക്ക് പൊങ്ങുന്നുണ്ട്. അപ്പോൾ അത് നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ വ്യൂ. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാം നോക്കി അവിടുത്തെ ആ വ്യൂ ഒക്കെ കണ്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. അങ്ങനെ നമുക്ക് തിരിച്ചു പോകാനുള്ള ടൈമായിട്ടോ. ഇതിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 9 to മീൻസ് നൈറ്റ് ഒരു 9:45 or 10:45 അങ്ങനെ എന്തോ. ഇത് അടിപൊളി വ്യൂ ആട്ടോ. ഇതാണ് കേട്ടോ അറ്റ്ലാന്റിസിൻ്റെ ഒരു ലോങ് വ്യൂ, മീൻസ് അടുത്തുനിന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ അറ്റ്ലാന്റിസ്. അപ്പുറത്ത് കാണുന്നതാണ് റോയൽ അറ്റ്ലാന്റിസ്. ഇപ്രാവശ്യം നമ്മൾ എന്ത് ചെയ്തു, ഫ്രണ്ട് പോയി തന്നെ സീറ്റ് നമ്മൾ സീറ്റിംഗ് സെറ്റാക്കി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ കിട്ടിയത്. പോകുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ തിരിച്ചു പോകുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ മോണോറെയിൽ പോകുന്ന റൺവേ എന്ന് പറയുന്നത് കാണാൻ അടിപൊളിയാണ്. മോർണിംഗ് മീൻസ് ഡേ ടൈം അത്ര അടിപൊളി അല്ലെങ്കിലും ഈ ഒരു നൈറ്റ് ടൈം നല്ല അടിപൊളി, നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല രസം. അങ്ങനെ നമ്മളിതൊക്കെ എൻജോയ് ചെയ്ത് അടിപൊളിയായി ഇതേ തിരിച്ച് റൂമിലേക്ക് പോകാൻ. നല്ല ടയേർഡായിട്ടോ 3 പേരും. കാരണം അത്രയും ട്രാൻസ്പോർട്ടേഷൻസ് നമ്മൾ മാറി മാറി യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം അതിൻ്റേതായ ടയേർഡ്നെസ്സൊക്കെ. ഇതാണ് ആ വീൽ പോലെയുള്ളതാണ് ഏറ്റവുമായിട്ടുള്ള നമ്മുടെ ബിഗ്ഗസ്റ്റ് ചൈൻ വീൽ എന്ന് പറയുന്നത്. അത് ഈ ഒരു ടൈമിലാണ്, ഒക്ടോബർ ടു എത്രയോ ടൈമിലാണ് അത് വർക്കിംഗ് ആവുള്ളൂ. ഇപ്പോൾ ഈ ഒരു ഏരിയനെയാണ് നമ്മൾ ദുബായിൽ നിന്ന് എല്ലാവരും വിചാരിക്കുക. പക്ഷേ ഇതെന്ന് പറയുന്നത് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പറയാം ദുബായ് ഈസ് എ മാജിക്കൽ സിറ്റി. പക്ഷെ നിങ്ങളറിയാത്ത കുറച്ച് ഏരിയയും കൂടി ഉണ്ട് ദുബായിൽ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഓൾസോ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. So see you, bye bye until next video. Thank you so much for watching our video. Assalamu alaikum.